ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. CPIMന്റെ വള്ളത്തോൾ നഗർ വികസന സന്ദേശ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. 16 വാർഡുകളിലൂടെ സഞ്ചരിക്കുന്ന ജാഥ സെപ്റ്റംബർ 28-ന് സമാപിക്കും. ഉണ്ണികൃഷ്ണനാണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വികസന സന്ദേശം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ CPM വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട ജാഥയ്ക്ക് ആവേശകരമായി തുടക്കമായി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ജാഥ ചെറുതുരുത്തി പയങ്കുളം റോഡിലെ 1-ാം മൈൽ തോട്ടത്തിൽ പടിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ജാഥ ഉദ്ഘാടനം നിർവഹിച്ചു. എന്താണ് ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രത്യേകത എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ജാഥ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഓരോ സന്ദർഭത്തിലും പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ, സാധാരണ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും മറ്റ് പാർട്ടികളും നടത്തിയത്. പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന് കിട്ടിയ എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന സമീപനം മുമ്പ് കോൺഗ്രസും ഇപ്പോൾ BJPയും സ്വീകരിച്ചിട്ടുണ്ട്. BJP എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടയുന്ന സമീപനം സ്വീകരിച്ചു. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. വയനാട് ജില്ലയിൽ ദുരന്തമുണ്ടായി. അവിടെ മോദി വന്നു, കുട്ടികളെടുത്തു, അനുഗ്രഹിച്ചു, ആശ്വസിപ്പിച്ചു. CPM ചെറുതുരുത്തി ലോക്കൽ സെക്രട്ടറി KP അനിൽ അധ്യക്ഷത വഹിച്ചു. വികസന കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള ജാഥയ്ക്ക് പാർട്ടി നേതാവ് M സുലൈമാനാണ് ക്യാപ്റ്റൻ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ വൈസ് ക്യാപ്റ്റനായും P നിർമ്മലാദേവി മാനേജറായും ജാഥയെ നയിക്കും. പഞ്ചായത്തിലെ 16 വാർഡുകളിലൂടെയും സഞ്ചരിക്കുന്ന ജാഥ വികസന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സെപ്റ്റംബർ 28-ന് സമാപിക്കും. KR ഗിരീഷ്, CR സുധാകരൻ തുടങ്ങിയ നേതാക്കൾ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ചു. വാർഡ് സെക്രട്ടറി KT വിജയൻ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ M സുലൈമാൻ നന്ദിയും പറഞ്ഞു. വരും ദിവസങ്ങളിൽ ജാഥയ്ക്ക് എല്ലാ വാർഡുകളിലും ഊഷ്മളമായ സ്വീകരണം നൽകാൻ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും തയ്യാറെടുക്കുകയാണ്. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് അടുത്ത 2 ദിവസം ഈ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ പര്യടനം നടത്തുന്ന ജാഥ 28-ാം തീയതി വൈകുന്നേരം വെട്ടിക്കാട്ടിയിലാണ് സമാപിക്കുക. ഈ ജാഥയിലൂടെ പാർട്ടി ജനങ്ങളോട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെ കുറേയധികം കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ജാഥയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജാഥയുടെ വൈസ് ക്യാപ്റ്റനും നിങ്ങളോട് സംസാരിച്ചു. പാർട്ടിയുടെ നേതൃത്വത്തിലും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ബൃഹത്തായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാട്ടിലെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തണം, സംവദിക്കണമെന്ന ആശയത്തിൻ്റെ CCV ന്യൂസ് ചെറുതുരുത്തി.